ലിറ്ററലി എന്താണ് ഗ്രീൻ ഹൗസിൽ കുറേ കാണാനുണ്ട്. പക്ഷേ ഷൂട്ട് ചെയ്യാത്തതെന്ന് വെച്ചെങ്കിൽ നമുക്കങ്ങനെ പബ്ലിക്കിന് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഇതില്ല. അതുകൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്യാത്തത്. പക്ഷേ കുറേ ഉണ്ട് കേട്ടോ, ഭയങ്കര അഫോർഡബിളുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങണം, നാട്ടിൽ ഇവിടെ ദുബായിൽ വന്നിട്ട് വാങ്ങുന്നുണ്ടെങ്കിൽ ഗ്രീൻ ഹൗസിൽ വന്നു കഴിഞ്ഞാൽ ഡ്രസ്സിനൊക്കെ ഭയങ്കര അഫോർഡബിളാണ്. എനിക്ക് തോന്നുന്നു ഇനി വേറെ എവിടെയെങ്കിലും പോകണം, അത് ഞാൻ പറയാം. ഗ്രീൻ ഹൗസിൽ എന്തായാലും ഡ്രസ്സ് നല്ല വില കുറവാണ്. വെളിച്ചനൊക്കെ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. ഓക്കെ, ഓക്കെ, അങ്ങനെ അടുത്ത വഴി പിടിക്കാൻ പോകുന്നു ഗൈസ്. ഞാൻ അളിയൻ്റെ കൂടെ കയാക്കിങ്ങിന് പോവാണ്. ആക്ച്വലി ഇന്ന് പ്ലാൻ ചെയ്തിരുന്നത് നമ്മുടെ ലവ് എമിറേറ്റ്സ് ഇന്ത്യ എന്ന് പറയുന്നതിൻ്റെ ഒരു കോൺസേർട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ മൂഞ്ചി. അറ്റ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, കയാക്കിങ്ങിന് പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഓയ്യാ, എനിക്കൊരു കണ്ണല്ലേ ഉള്ളൂ, ഐ മീൻ 2 കണ്ണല്ലേ ഉള്ളൂ. അത് പറയണ്ടായിരുന്നു, വീട്ടിലിരിപ്പുണ്ട്. അളിയ നമ്മളെ എങ്ങോട്ടാ പോകുന്ന അളിയാ? എവിടെയാ? അൽമജാസ്. വാവ്, ആ വണ്ടി കൊള്ളാം കേട്ടോ. മറ്റേ നാട്ടിലെ മറ്റേ നമ്മുടെ ഒരു കളറുള്ള ഈച്ചയില്ലേ, അത് പോകുന്നുണ്ട്. അത് പോട്ടെ, ഓക്കെ. അങ്ങനെ ബാക്കി നമുക്ക് പിന്നെടുക്കാം. നമ്മൾ സ്ഥലത്താറായി ഗൈസ്. കണ്ടല്ലോ, മാപ്പ വെള്ളയിലാണ്. ദുബായിൽ വണ്ടി ഓടിക്കണമെങ്കിൽ മാപ്പ് വേണം ഗൈസ്. അത് ദുബായ് ഉള്ളവർക്ക് അറിയായിരിക്കും, ഇല്ലെങ്കിൽ വലിയ പാടാണ്. ഇതൊരു തീരുമാനം ഉണ്ടാക്കട്ടെ കേട്ടോ. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്യണം. ദുബായിലായിരുന്നു നമുക്ക് ഫ്രീ പാർക്കിംഗ് ഇല്ല. പക്ഷെ നമുക്ക് ദുബായിലില്ലാത്തതുകൊണ്ട് ഷാർജ സൈഡിൽ ഫ്രീ പാർക്കിംഗ് ഇല്ല. സോ വണ്ടി പാർക്കിലിടണം. പിന്നെ പോകാൻ പോകുന്ന സ്ഥലം ഞാൻ കാണിച്ചു തരാം. കാണാമെന്ന് എനിക്കറിയില്ല, കാണാമെങ്കിലും കാണത്തില്ലെങ്കിലും കാണണ്ട. നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു, അളിയൻ പാർക്ക് ചെയ്തു. മൂഞ്ചിയ മോന്തയായിട്ട് നിൽക്കണണ്ട. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഹോറലാൻഡ്സിൽ നിന്ന് ഒരു അരമണിക്കൂർ പോലും ട്രാവലില്ല, പെട്ടെന്ന് എത്താം. കാരണം നമ്മൾ ഷാർജ അടുത്തായതുകൊണ്ട് ചെറിയൊരു കുറച്ച് ദൂരം മാറിക്കഴിഞ്ഞാൽ ഷാർജ എത്തും. വീഡിയോ എടുക്കാൻ പറ്റുന്ന അത്ര എടുക്കാം കേട്ടോ. ബാക്കിയുള്ളതിനെ പറ്റി എനിക്ക് വലിയ അറിവില്ല, കാരണം വീഡിയോ എടുത്താൽ ചിലപ്പോൾ പണി പാടും. അതുകൊണ്ട് എടുക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് എടുക്കാം ഇല്ലേ. എങ്ങോട്ടൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല, ഇങ്ങനെ വെറുതെ നടക്കുകയാണ്. അളിയനൊരു ഐഡിയ ഉണ്ടാവും, പക്ഷെ എനിക്കൊരു ഐഡിയ ഇല്ല. നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടാവും? സേഫ്, എനിക്ക് കിട്ടാനുള്ള കിട്ടിയിട്ടുണ്ട്. കുറച്ച് കാണാനൊക്കെ ഉണ്ട് കേട്ടോ. ഇത് വായിച്ചോളാം. ഇതെന്തായിരിക്കും ഒളിയാ ഈ സാധനം? സ്റ്റാൾ എന്തെങ്കിലും ആയിരിക്കുമോ? അപ്പം അത് ഓണായി കഴിയുമ്പോൾ വൈബായിരിക്കും. ഇപ്പോൾ ഓഫാണ്. ഇതെന്താ ക്ലോസ് ചെയ്തിട്ടിരിക്കും? റെനോവേഷൻ വല്ലതായിരിക്കും. കാരണം ഇനിയിപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യണമല്ലോ. ഈ ടൈമിൽ കുറേ തിരക്കുണ്ടാവുന്ന സമയം കൊണ്ടായിരിക്കും മേ ബി ഇങ്ങനെ ഇരിക്കുന്നത്. നോക്കൂ, അങ്ങോട്ട് നോക്കൂ. ഇതെന്ത് തേങ്ങ, തേഞ്ഞ്. ടുഗദർ ഫോർ ഏർലി ഡിറ്റക്ഷൻ, അല്ല ഡിറ്റക്ഷൻ. ഇത് കിട്ടില്ല വ്യൂ അല്ലേ? എൻ്റെ അടിയാ, കൊള്ളാം. നമ്മളെത്തി ഗായ്സ്, ഐ മീൻ ഇതിൻ്റെ അടുത്തെത്തി. ഇതെവിടാന്ന് എനിക്കറിയില്ല. ഇവിടുന്ന് എങ്ങോട്ടാ? കയാക്കിംഗ് ഉണ്ടോ? കയാക്കിംഗ് ക്ലോസ് ആയോ? തമ്പുരാൻ അറിയാം. എന്നാളിയാ, ഇത് കിട്ടില്ല ഫ്രെയിം കേട്ടോ. ഒരു വിഷയം ഫ്രെയിം ഇടേ. ഇനി കുറച്ച് പ്രകസനമാവാം.
പ്ലാൻ ചെറുതായിട്ട് മൂഞ്ചിയോന്നൊരു സംശയം അല്ലേ? അതെ, ഇവിടെ കയാക്കിങ്ങിന് ഇവിടെ ആരെയും കാണുന്നില്ല. ഇവിടെ പൂട്ടി ഇനി ചിലപ്പോൾ റെനോവേറ്റ് ചെയ്യാനുള്ള പരിപാടി ആയിരിക്കും. കാരണം വിൻ്ററൊക്കെ ആകുമ്പോഴത്തേക്കാണല്ലോ കൂടുതൽ ആൾക്കാർ വരിക. ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പരിപാടി ആയിരിക്കും. എന്തായാലും ഇവിടെ ആരെയും കാണുന്നില്ല. പക്ഷെ വഴി അടിപൊളിയാണ്, ആംബിയൻസ് ഒരു രക്ഷയില്ല. പിന്നെ ഇവിടെ എന്തോ ഫൗണ്ടൈൻ എന്തോ വഴി കിടക്കുന്നുണ്ട്. ആലോചിച്ചരാ, ഇതുണ്ടോ? അതുകൊണ്ടാണ് തോന്നുന്നത്. ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം മേ ബി. ഇവിടെ ഒരു കാര്യം അവർ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ എക്സ്ട്രീം ലെവൽ സെക്യൂരിറ്റിയിൽ അവർ ചെയ്യൂ. നമ്മൾ ന്യൂസ് കാണാത്തതുകൊണ്ടായിരിക്കും മേ ബി ഇത് നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ അവിടുത്തെ പ്ലാനെല്ലാം തേഞ്ഞ് നമ്മൾ പാർക്കിൻ്റെ നടുമുറ്റത്തെത്തിയിരിക്കുകയാണ്. പക്ഷെ ഭയങ്കര സമാധാനം. ഇത് നല്ലതാണ്, ഇത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. യെസ് ഗൈസ്, നമ്മുടെ പ്ലാനെല്ലാം നമ്മൾ മാറ്റിയിരിക്കുകയാണ്. അങ്ങനെയാണോ? എന്നാ പറയുന്നില്ല ഗൈസ്, പിന്നെ പറയാം. അപ്പോൾ തേണ്ടേ അത് കഴിഞ്ഞ് പോകണം. എന്തായാലും മറ്റേ കയാക്കിങ് ചെയ്യാൻ വേണ്ടി വന്ന സ്ഥലത്ത് ഞങ്ങൾ ബർദുബായിലേക്ക് പോകും. ഓക്കെ, അവിടെ ചെന്ന് കാണാം. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഈവനിങ് ഒരു സീസോടെ അല്ല എന്നെ പറയാ അടണോ. അപ്പം ഇവരത് മേടിച്ച് ഇവിടെ കൊണ്ടിട്ടിട്ട് ഇപ്പം അത് 400 സംതിങ് സ്റ്റേക്ക്. അത് കുറച്ച് കൂടുതലല്ലേ? നൈറ്റ് സ്റ്റേ വന്ന് ഗായ്സ്, നമ്മൾ വന്നു, ബർദുബായിൽ വന്നു. അത് കൊള്ളാലേ കണ്ടോ ഗായ്സ്? രാത്രി ആയി കഴിഞ്ഞാൽ എൻ്റെ ഫോൺ കൊള്ളില്ല കേട്ടോ. സോറി. ഇതിൽ ഞാൻ എന്താക്കാനാട്ടോ? ഇതിനകത്ത് ഞാൻ ഷെയർ ചെയ്ത് മേടിക്കണ്ടേ? അത് വലിയ ചാട്ടങ്ങ. എനിക്ക് എൻ്റെ ഫോണിൽ തന്നെ എടുക്കണം. റോ ഫുള്ളി റോ. ഞാൻ ബർദുബായിൽ വന്നിട്ടുണ്ട് ഇതിന് മുന്നേ, പക്ഷേ അതല്ലല്ലോ, ഇവരുടെ കൂടെ തരുമ്പോൾ വേറൊരു വൈബില്ലേ. പക്ഷെ ഞാൻ ഈ വഴിയൊന്നും അല്ല വന്നത്, അതാണ് മറ്റൊരു സത്യം. ബർദുബായിൽ ഒരു സ്റ്റാർബക്സ് ഉണ്ട്, അത് ഭയങ്കര വൈബാണ്. അങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത്ര നേരം വൈഡ് ലെൻസിലെ വീഡിയോ എടുത്തോണ്ട് അത് വൈഡ് അങ്ങ് മാറ്റി. കാരണം ഉണ്ടല്ലോ ഭയങ്കര ബ്ലറാവുന്നല്ലെന്നുണ്ടെങ്കിൽ. സോ ഇതായിരിക്കും ബെറ്റർ. സോ മറ്റേ വീഡിയോ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിലാകുമ്പോൾ കുറച്ചുകൂടി വെട്ടം ഉണ്ടാവും. പിന്നെ എന്താ പറയുക, കുറച്ചുകൂടി വെട്ടത്തിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. മറ്റേത് വൈഡിട്ട് കഴിഞ്ഞാൽ ഒട്ടും വെട്ടം ഉണ്ടാവില്ല. എന്തായാലും സ്ട്രീറ്റൊക്കെ കാണിച്ചു തരാം ബർദുബായുടെ. ഈ സ്ഥലം ഒരു മാർക്കറ്റ് വൈബൊക്കെ തോന്നുന്നു. ഞാൻ ഉദ്ദേശിച്ച സ്ഥലമല്ല ഇത്. കാരണം ഞാൻ പറഞ്ഞിരുന്നത് ഇവിടെ ബർദുബായുടെ ഒരു സൈഡിൽ ഒരു സ്റ്റാർബക്സ് ഒക്കെ വരുന്നൊരു സ്ഥലമുണ്ട്. അത് കിടിലൻ പ്ലേസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ കുറച്ചുണ്ട്. ഞാനത് നോക്കട്ടെ, ഇതിലേക്ക് ഇടാൻ പറ്റുമോ നോക്കട്ടെ. ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞുതരാം. അത് പറയുമ്പോൾ ഞാൻ അതിൻ്റെ വേറെ വോയിസ് ഇടാം. ഓക്കെ, ഇത് വേറൊരു സൈഡാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ മറ്റങ്ങോട്ടുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ. പോയ വഴിയിൽ നിന്ന് തിരിച്ചു വന്നു ഗൈസ്. കുറേ ലോക്കൽ ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ശീശ ട്രൈ ചെയ്യാന്നുള്ള പ്ലാനാണ് ഗൈസ്. ഇത് ഞാൻ ഇടുമ്പോഴത്തേക്ക് മറ്റേ യൂട്യൂബിൽ വല്ല സംഭവം കൊടുക്കണം. ഇത് പോകാറുന്നില്ല. ഡിസ്ക്ലൈമർ വെക്കണോ? അതാ ഞാൻ ചോദിച്ചാൽ കാണിച്ച്. ഇതെന്താ സംഭവിക്കുന്നത്? വിഴുങ്ങിയ ഇതെന്തിനു പറയുന്നത്? ഷിൻഡ കട്ടറോ? ഷിൻഡക. ഞാൻ കുറച്ചു മുന്നേ കണ്ടായിരുന്നു ഷിൻഡകാന്ന്. ആണ്ടേ, കടലിനടിയിൽ കൂടിയോ?
കിടിലം കേട്ടോ ഗൈസ്. കടലടി കൂടി ഇപ്പം വന്നത്, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. ഗോൾഡ് ലാൻഡ് ഉണ്ടോ? ഇത് ഫുള്ള് ഗോൾഡ് ഷോപ്പുകളാണ്. ഗോൾഡ് സൂക്ക്, ഗോൾഡ് സൂക്ക് ഫുള്ള് ഗോൾഡാണ്. പിന്നെ നമുക്കറിയാം ഗോൾഡ് സൂക്ക് എന്ന പേര് വന്നതേ ഗോൾഡ് കടയാണ്ടോ. ഓക്കെ, അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വീഡിയോ അവിടെ നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തില്ല, ടയേർഡായിട്ടുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ ഷൂട്ട് ചെയ്തില്ല. പിന്നെ ഈ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പോയപ്പോൾ എടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. ഓൾഡ് ദുബായ് ആണിത്. ദുബായ് ഞാൻ പോയ ആ സ്ഥലത്തിൻ്റെ തന്നെ വേറൊരു സൈഡാണത്. കംപ്ലീറ്റ്ലി ഓൾഡാണ്. ഇവിടെ സാധനങ്ങളെല്ലാം ഭയങ്കര ചീപ്പ് പ്രൈസിൽ കിട്ടും ദുബായിൽ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ അത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ നിർത്താണ്. ഓക്കെ, ദെൻ നിങ്ങൾ കാണുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ സൈനിങ് ഓഫ് ധനുഷ് കോടി.